നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രവിയുടെ നക്ഷത്രമായിട്ടുള്ള കാർത്തിക എന്ന് പറയുന്ന നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു ഫലം നമ്മുടെ വീഡിയോ സീരീസിൽ തന്നെ കിടപ്പുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് അറിയാനുള്ളവർക്ക് പോയി കാണാം. അത് ചെയ്തിരിക്കുന്ന സ്ഥലവും വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ ബാക്കിലൂടെ ഗംഗ ഒഴുകുന്നുണ്ട്. അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്. അതിൻ്റെ നിറവും ഒരു പച്ചയും ഒരു വല്ലാത്തൊരു പ്ലേസിൽ വെച്ചാണ് നമ്മൾ ആ വീഡിയോ അന്ന് ഷൂട്ട് ചെയ്തിരുന്നത്. അത് ഉത്തരാഖണ്ഡിൽ വസിഷ്ഠഗുഹയ്ക്ക് അടുത്തുള്ളൊരു തീരമാണ്. അത് ആ കാർത്തിക നക്ഷത്രം ചെയ്യുന്ന സമയത്ത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവതയായ അഗ്നിയെപ്പോലെ തന്നെ നല്ല ചൂടുള്ള സമയത്ത് നല്ല ചൂടത്തിരുന്ന ആ വീഡിയോ ചെയ്തത്. അത് ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ വീഡിയോ കാണുക. ഞാനിവിടെ പിൻ ചെയ്തിരിക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുണ്ടാവും. അതോടൊപ്പം തന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ, ഇതിപ്പോൾ അസ്ട്രോളജി സാധാരണക്കാർ മാത്രമല്ല, നമ്മുടെ വീഡിയോസ് കൂടുതലും പഠിക്കുന്ന ആൾക്കാരും കൂടെ നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ പറഞ്ഞു പോകാം. അപ്പം കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭോജ്യ വസ്തു എന്ന് പറയുന്നത് തൈരാണ്. അതുപോലെ തന്നെ അഗ്നിയാണ് ദേവത, ഫയർ. അഗ്നിയാണ് ദേവത. സർവ്വതിനെയും ദഹിപ്പിക്കാൻ കഴിയുന്ന, തന്നിലേക്ക് ആവാഹിക്കുന്ന, പലതിലേക്കും വഹിച്ചു കൊണ്ടുപോകുന്നവനാണ്. അഗ്നിവാഹകനാണ് പലർക്കും. എനർജി വഹിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് വിൽ, പാഷനേറ്റ്, അതേപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കാർത്തികക്കാർ എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ആടാണ് മൃഗം. അതുപോലെ തന്നെ അലയാനും തൻ്റെ താല്പര്യങ്ങളെ നടത്തിയെടുക്കാനും വേണ്ടി എത്ര കഷ്ടപ്പെടാനും മടിയില്ലാത്തവരായിരിക്കും കാർത്തികക്കാർ എന്നുള്ളതാണ്. ആടാണ് അതിൻ്റെ മൃഗം. അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു അലഞ്ഞു തിരിയാൻ ഉള്ളൊരു, ഒറ്റപ്പെട്ട് അലയാനുള്ളൊരു താല്പര്യം കൂടും എന്നുള്ളതാണ്. പുള്ളാണ് പക്ഷി. അസുരഗണമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലോജിക്കലായിരിക്കും എന്നുള്ളതാണ്. അസുരഗ്രഹമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ കുറച്ച് ലോജിക്കലായിരിക്കും. സ്ത്രീയോനി നക്ഷത്രമായിരിക്കും. ഈ സ്ത്രീയോനി നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. ഈ അഗ്നി ആണ് ഇവരുടെ ദേവത എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു മെയിൽ നേച്ചറായിരിക്കും. ആസുരിക നേച്ചറായിരിക്കും എന്ന് പറയുന്നത് കൂടുതൽ ഭൗതികവാദിയും കൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മെയിൽ നേച്ചറായിരിക്കും. എന്നാൽ സ്ത്രീയോനി നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇമോഷണൽ നീഡ്സ് ധാരാളം ആവശ്യമുണ്ടായിരിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, താഴാൻ പറ്റില്ല. കൂടുതൽ ഈ ഫയർ ദേവതയായതുകൊണ്ട്, ഫയർ ഓറിയൻറ്റഡ് ഇതായതുകൊണ്ട് തന്നെ താഴാൻ ഭയങ്കര മടിയായിരിക്കും. രാജകീയ നക്ഷത്രമല്ലേ കാർത്തിക എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ദിക്ചാരത്തിൽ മധ്യമചാരിയാണ്. അതുപോലെ തന്നെ സ്വരൂപം എന്ന് പറയുന്നത് ക്ഷരാകാരമാണ്. അപ്പം ട്രാൻസ്ഫോർമേറ്റീവ് എനർജിയെ അത് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അധോമുഖ നക്ഷത്രമാണ്. കുറച്ച് അടിയിടി വെട്ടുകുത്ത് ഇത്യാദി വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് കാർത്തിക എടുക്കാം. അധോമുഖ നക്ഷത്രമാണ്. ധ്രുവസ്ഥിരാദി ഉഗ്രം ആണോ അങ്ങനെയൊക്കെ നോക്കുന്നതിനകത്ത് മിശ്ര സാധാരണമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഉഗ്രവും വരും, സാത്വികതയും വരും, മിശ്ര സാധാരണമായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു നക്ഷത്രത്തിൻ്റെ ഏറ്റവും മോശമായ കുറച്ച് ഭാഗമുണ്ട്. കുറച്ച് ഭാഗം വിഷമായിരിക്കും. അതെന്ന് പറയുന്നത് 30 നാഴിക മുതൽ 34 നാഴിക വരെ അതിൻ്റെ വിഷഘടിയാണ്. അതുപോലെ തന്നെ ഉഷ്ണശിഖ എന്ന് പറയുന്ന 21 നാഴിക മുതൽ 30 നാഴിക വരെയും. അമൃതകടി എന്ന് പറയുന്ന ഭാഗം, ഈ നക്ഷത്രത്തിൻ്റെ അമൃതകടി ഭാഗം എന്ന് പറയുന്നത് 54 നാഴിക മുതൽ 58 നാഴിക വരെയുമാണ്. ഉഗ്ര നക്ഷത്രമാണ്, ഭൂമിഭൂതമാണ്. മൂലാധാരം കൂടുതൽ ചിന്തിക്കേണ്ട ഒരു ഭാവമാണ്. അതുപോലെ തന്നെ 6 ഇതിൻ്റെ നക്ഷത്ര സംഖ്യ. ഞാൻ മറ്റേ വീഡിയോയിലും നക്ഷത്ര സംഖ്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വനമാണ് ഇവരുടെ. ഈ നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ നക്ഷത്രം വരികയാണെങ്കിൽ വനസംബന്ധമായിട്ട് ആണ് ചിന്തിക്കേണ്ടത്. ശരീരഭാഗം എന്ന് പറയുന്നത് ഉദരപാർശ്വമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ വൃക്ഷം എന്ന് പറയുന്നത് അത്തിയാണ്. ഒരു ഗ്രഹനാഥന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ അത്തിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കാർത്തികക്കാരുടെ സ്വന്തം സ്ഥലത്ത് അത്തിയൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് വെള്ളമൊക്കെ കോരുന്നതും ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഒരുപാട് ദുരിതങ്ങൾ അതുവഴി അങ്ങ് പോവും എന്നൊക്കെയാണ് വിശ്വാസം. അതുപോലെ തന്നെ ആടിനെ വളർത്തുന്നതും ഒക്കെ ഇവർക്ക് ഒരുപാട് അതിനെ
കഴിക്കരുതെന്ന് പറയും. ഈ ഏതൊരാളുടെ നക്ഷത്ര മൃഗം ഏതാണോ ആ മൃഗത്തിനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ അത്തിമരങ്ങൾ. ഇവർ ഓരോ ആൾക്കാരുടെയും നക്ഷത്ര വൃക്ഷങ്ങൾ അവർ മുറിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറയും. വെച്ച് പിടിപ്പിക്കാൻ മുറിക്കരുത്. ശരദിക്ക് വടക്ക് ഭാഗമാണ്. കാർത്തിക എന്ന് പറയുന്നത് കൃത്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രമായതുകൊണ്ട് കത്രിക പോലാണ് ഇതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് പോലെ തന്നെ അൺവേവറിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം നടത്തിയെടുക്കാനുള്ള ഒരു ഡിറ്റർമിനേഷനും ഒരു എബിലിറ്റിയും ഉള്ളവരായിരിക്കും. ഇവർക്ക് നല്ല കഴിവായിരിക്കും അവരവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ. പൊതുവേ ലോജിക്കലാണ് ഇവരെന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം. അതേപോലെ കട്ടിങ് അല്ലേ, മുറിക്കുന്നതായത് കൊണ്ട് തന്നെ മുറി എപ്പോഴും പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സദാ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. ഇവരുടെ ഒരു അന്വേഷണം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു സ്ട്രോങ് വിൽ പവർ ഉണ്ടാവും. ഒരു സ്ട്രോങ് വിൽ ആൻഡ് വിൽ പവർ ഇവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഭയങ്കര ശക്തിയുള്ളവരാണ് ഇവർ. അതുപോലെ തന്നെ ഈ അസറ്റ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഫോക്കസും എഫേർട്ടും നന്നായിട്ട് ഇടുന്നവരാണ് ഇവർ എന്നുള്ളതാണ്. പിന്നെ ജസ്റ്റിസിന് വേണ്ടിയൊക്കെ നിൽക്കുന്നവരാണ്. ജസ്റ്റിസ് വേണം എന്ന് പറയുന്നവരുണ്ട്. സൂര്യൻ അതുപോലെ ചൊവ്വയും ഒരുമിച്ച് കൂടുന്നിടത്താണ് ഈ നക്ഷത്രത്തിൻ്റെ ആരംഭം, മേടൻ രാശിയുടെ അവസാന ഭാഗത്ത്. അപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റിയും ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള നിൽപ്പ് എന്നൊക്കെ. അതുപോലെ തന്നെ ഷാർപ്പ് ഇൻ്റലക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു നേച്ചർ ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അഡ്വൈസ് കൊടുക്കാനും ഉപദേശിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. ഇവർ മേലധികാരികളായിട്ട് വന്നാലുണ്ടല്ലോ, കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ടവർ നിങ്ങളെ മേലധികാരിയായിട്ടോ നിങ്ങളുടെ മുകളിൽ ഭരിക്കേണ്ടവരായിട്ടോ വന്നാൽ, അതായത് നിങ്ങളെ ഭരിക്കേണ്ടവരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കത്തക്കതായിട്ടുള്ള സ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് മത്സരിച്ചോ യുദ്ധം ചെയ്തോ ജയിക്കാൻ നോക്കണ്ട. ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് സൂചിപ്പിച്ചു കൊടുത്തൊന്ന് പുകഴ്ത്തി ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ നന്നായിട്ട് അഡ്വൈസ് ചെയ്യുകയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഭയങ്കര സ്നേഹമായിരിക്കും. സമയത്ത് നിങ്ങളവരെ ചൊറിഞ്ഞാൽ നിങ്ങളവർ ശരിക്കും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കുജൻ എന്ന് പറയുന്ന വാരിയറല്ലേ, യോദ്ധാവാണ്. അപ്പോൾ യോദ്ധാവിൻ്റെ സ്ഥാനം യുദ്ധക്കളമാണ്. അതുപോലെ തന്നെ യോദ്ധാവിനെ നിയന്ത്രിക്കുന്ന ആളാണ് രവി, രാജാവ്. സർവ്വ അടവുകളും അറിയുന്ന ആളാണ് രാജാവ്. സർവ്വ വിഷയങ്ങളും അറിയുന്ന ആളാണ് രാജാവ്. രാജാവിനെ ചെക്ക് വെച്ച ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ്. അപ്പം അതുപോലെയാണ് രാജകീയതയുടെ അധിപനായിരിക്കുന്ന രവിയുടെ നക്ഷത്രമാണ് കാർത്തിക. അതിൻ്റെ പ്രഥമ നക്ഷത്രമാണ് കാർത്തിക. അതുപോലെ തന്നെ കുജൻ്റെ രാശിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഓർക്കുമ്പം ആലോചിച്ചോണം, ഇവർ വളരെ സപ്പോർട്ടീവാണ്, മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുന്നവരുമായിരിക്കും. അപ്പം ഒരു കാര്യം, അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ നെഗറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റബോൺ ആൻഡ് ആങ്കറാണ്. ഭയങ്കര സ്റ്റബോണായിരിക്കും, ഭയങ്കര ദേഷ്യമുള്ളായിരിക്കും. ഷാർപ്പ് വേർഡ്സ് യൂസ് ചെയ്ത് തനിക്കെതിരെ നിൽക്കുന്നവരെ കീച്ചാനുള്ളൊരു ടെൻഡൻസി ഇവർക്കുണ്ടാവും. അഗ്രഷൻ ടെൻഡൻസി ഉണ്ടാവും. ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. പൊസസീവ്നെസ് ഭയങ്കരമായിരിക്കും. എൻ്റെ ഉള്ളിലേക്ക് എല്ലാവരെയും അടക്കി വെക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. പെർഫെക്ഷനിസം ഉണ്ടാവും. ഐഡിയലിസം ഉണ്ടാവും. ഒരു ഇൻഡിപെൻഡൻറ്റ് നേച്ചർ ഇവർക്കുണ്ടാവും. ബാക്കിയുള്ളവർക്കൊക്കെ ഇവരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് നേച്ചർ ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവരിൽ പലരും ഡിപ്പെൻഡഡ് ആയിട്ട് വീട്ടിലുണ്ടെങ്കിൽ പോലും ഇവരോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്കുണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് തിരിച്ച് അവരിൽ നിന്നും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കുറച്ച് ഒരു ഇൻറ്റിമസിക്ക് വേണ്ടിയിട്ട് ഇവർ ധാരാളം സ്ട്രഗിൾ ചെയ്യും. ഒരു സ്ട്രഗിളിങ് ഇവർക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മാഴ്സ്, രവി, തൊട്ടടുത്ത രാശിയിൽ ശുക്രൻ, ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ്. ശുക്രൻ്റെ സ്വഭാവം ഇവർക്കുണ്ടാവും, മാഴ്സിൻ്റെ സ്വഭാവം ഉണ്ടാവും, രവിയുടെ സ്വഭാവം. ഈ ശുക്രൻ, മാഴ്സ്, രവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ സ്വഭാവം ഒന്ന് മനസ്സിലെടുത്തോളൂ. ഇത് മൂന്നും കൂടെ ഒന്ന് കൂട്ടിക്കുഴച്ച് നോക്കൂ. അതാണ് കാർത്തിക നക്ഷത്രം.
ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന 6th ഹൗസാണ്. അപ്പോൾ 6th ഹൗസ് ലോഡ് കാർത്തിക നക്ഷത്രത്തിൽ വന്നാൽ, അല്ലെ കാർത്തിക നക്ഷത്രത്തിലാണ് 6th ഹൗസിൻ്റെ സ്ഫുടം വീണത് എങ്കിൽ എന്തൊക്കെയായിരിക്കും ഫലം എന്നുള്ളത് നമുക്ക് നോക്കാം. അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം വേണ്ടേ. അതിനുശേഷം ഈ ഡെപ്റ്റിന് പരിഹാരമായിട്ട് ഏതൊക്കെ ക്ഷേത്രങ്ങൾ പോകണം എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് രോഗം എന്തൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രം മേടം 26:40 മുതൽ ഇടവം 10 വരെയാണ് നിൽക്കുന്ന 3ാമത്തെ നക്ഷത്രമാണ്. നക്ഷത്രാധിപൻ സൂര്യനാണല്ലോ, അറിയാമല്ലോ. അപ്പം ഉദരപാർശ്വങ്ങളിലും ശരീരപാർശ്വങ്ങളിലും ഉണ്ടാകുന്ന വേദന, നീര് എന്നിവയ്ക്ക് ഉള്ള സൂചനയാണ്. അങ്ങനെ വരാം. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാ കാര്യം എന്നുള്ളത് ഓരോ വ്യക്തി അധിഷ്ഠിതമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത് വരും. 6th ഹൗസ് ലോഡ് ഇന്ന നക്ഷത്രത്തിൽ പ്ലേസ് ചെയ്താൽ, വ്യാഴദൃഷ്ടി ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ 6th ഹൗസിൻ്റെ സ്ഫുടം ഇന്നിടത്ത് വീണാൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ലഗ്നവും, നിങ്ങൾക്ക് ലഗ്നവും അതേപോലെ തന്നെ ചന്ദ്രനുമൊക്കെ ശരീരത്തെ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി എന്നല്ലേ പറയുന്നത് ലഗ്നത്തെ കൊണ്ട്. അപ്പോൾ ലഗ്നരാശിയെ പോലെ തന്നെ ചന്ദ്രരാശിയും ചിന്തിക്കണം എന്നുള്ള പ്രമാണം ഉള്ളത് കൊണ്ടും ചന്ദ്രരാശി പോലെ തന്നെ ലഗ്നരാശിയും ചിന്തിക്കണമെന്ന് വരാഹവീരൻ പറയുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരും ഈ നക്ഷത്രത്തിൽ നിന്നാൽ, ലഗ്നമോ നിങ്ങളുടെ ചന്ദ്രനോ ഈ കാർത്തിക നക്ഷത്രത്തിൽ നിന്നാലും ഈ അസുഖങ്ങളോ ഈ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി ഒന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ നിരീക്ഷണത്തിന് വിട്ടുതരികയാണ്. ഇതൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ടത്. ഇപ്പം വിഷകടി ഞാൻ പറഞ്ഞു, ഉഷ്ണശിക പറഞ്ഞു, അമൃതകടി പറഞ്ഞു. ഈ അമൃതകടിയിൽ ഉണ്ടാകുന്ന സമയത്ത്, അമൃതകടിയിലാണ് ഈ നക്ഷത്രത്തിൽ അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം വിഷം വരുന്ന ഭാഗത്താണ് ഈ 6ാം ഭാവത്തിൻ്റെ സ്ഫുടം വീഴുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വരും. അപ്പോൾ 6ാം ഭാവത്തിൻ്റെ കാരകനായ കുജനും ശനിയും ഒക്കെ അവിടെ നിൽക്കുക, കണക്ക് വരുമ്പോൾ പല പ്രശ്നങ്ങളും വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്നും പറയാനൊന്നും പറ്റില്ല. ബാക്കി സ്വയം നിരീക്ഷിച്ച് പഠിച്ചോണം. എത്രയെന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ സമുദ്രം പോലെ കിടക്കുകയാണ്. അപ്പോൾ പല വീഡിയോസ് നിരന്തരമായി കാണുന്ന സമയത്ത് പല അഭിപ്രായങ്ങൾ ഞാനതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു വീഡിയോയും ഒരു ക്ലാസ്സുകളും പൂർണ്ണമാവില്ല എന്ന് പറയുന്നത്. അതായത് ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് 25% കിട്ടും. 25% ശിഷ്യൻ സ്വമേധയാ ഉണ്ടാക്കിയെടുക്കണം. 25% സത്സംഗങ്ങളിലൂടെയും തനിക്ക് സമന്മാരായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ആൾക്കാരിലൂടെയുള്ള ചർച്ചകളിലൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും ചെയ്യുമ്പോൾ 25% നാച്ചുറൽ എക്സ്പീരിയൻസ് കൊണ്ട് നേച്ചറിൽ നിന്ന് കിട്ടും. നാച്ചുറലായിട്ടത് വരും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ സ്വമേധയാ എടുക്കാൻ എല്ലാം വീഡിയോയിൽ നിന്ന് കിട്ടും, എല്ലാ അറിവുകളും വരും എന്നുള്ളതൊന്നുമല്ല. ഞാനും പൂർണ്ണനൊന്നുമല്ല, ഞാനും നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം പൂർണ്ണത എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, പൂർണ്ണത പരമമായ സത്യം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഇതുണ്ട്. അത് തന്നെയല്ല, സമുദ്രം പോലെ കിടക്കുന്ന ശാസ്ത്രമായത്. എന്തുമാത്രം ഉണ്ട് ഇത് പഠിക്കാൻ, പറയാനുമുണ്ട്. ഇപ്പം ഈ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് വേണമെങ്കിൽ 10, 25, 30 വീഡിയോ ചെയ്യാം. ഓരോ നക്ഷത്രപാദത്തെ എടുത്ത് പറയാം, ഓരോ നക്ഷത്രപാദങ്ങൾ പോയി അംശകരാശിയെക്കുറിച്ച് പറയാം. നിരന്തരമായ സബ്ജക്റ്റ് ആ സ്ഫുടത്തിൻ്റെ കാര്യങ്ങളെ പറയാം. പിന്നെ KP ഒക്കെ യൂസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നക്ഷത്ര ഉപനക്ഷത്രാധിപന്മാരെക്കുറിച്ച് പറയാം, ദശയെക്കുറിച്ച് പറയാം, നക്ഷത്രദശയിലെ ഓരോ ഗ്രഹങ്ങൾ ഇവിടെ വന്ന് നിന്നാൽ ഈ നക്ഷത്രം എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നുള്ളത് പറയാം. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇതെല്ലാം നിങ്ങൾ പഠിച്ചോണം. ഒരു ബേസിക്ക് മാത്രമായിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം അതേപോലെ തന്നെ തൊണ്ടയ്ക്കുണ്ടാവുന്ന അസുഖങ്ങൾ, നമ്മുടെ സ്വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ടാകുന്ന തടസ്സങ്ങൾ 6ാം ഭാവമായിട്ട് വന്നാൽ വരും കാർത്തിക നക്ഷത്രത്തിൽ. അതുപോലെ തന്നെ നയനരോഗങ്ങൾ, കാഴ്ചക്കുറവ്, ചെങ്കണ്ണ് ഇത്യാദി വിഷയങ്ങൾ വരും. കണ്ണിനുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അഗ്നിയാണ് ഇതിൻ്റെ ദേവത എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നക്ഷത്രം പിഴച്ച് 6ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കാഴ്ച ശക്തി കുറയാനുള്ള സാധ്യതയുണ്ട്. നയനരോഗങ്ങൾ വരും. അതുപോലെ തന്നെ മുഖരോഗങ്ങൾ വരും, പനി വരും, ജ്വരാദികൾ വരും, ടോൺസിലൈറ്റിസ് തുടങ്ങിയ ടോൺസിൽസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ വരും, വാതപ്പനി, മലമ്പനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഡെങ്കു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്ഫോടനം കൊണ്ടുള്ള രോഗങ്ങൾ, മസൂരി മുതലായിട്ടുള്ള ഉഷ്ണം കൂടിയിട്ട് ശരീരത്തിൽ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടാകുന്ന രോഗങ്ങൾ പലതും,
മുഖത്തുണ്ടാകുന്ന മുറിവുകൾ, മെനഞ്ചൈറ്റീസ്, തൊണ്ടരോഗങ്ങൾ, നാസാരോഗങ്ങൾ, അഗ്നിബാധയും പൊള്ളലേറ്റും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അഗ്നി നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ മുറിവ്, കത്തിക്കുത്തി കാർത്തികയൊക്കെ ആയതുകൊണ്ട് മുറിവ് കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ, ആക്സിഡൻറ്റ് നിമിത്തം ഉണ്ടാകുന്ന മുറിവുകൾ, ഇതെല്ലാം വരും. ഇത് ഒരുപാട് ഉണ്ട് പറയാൻ. ഇങ്ങനെ പ്രധാനമായിട്ടും ഈ നക്ഷത്രത്തിൻ്റെ ഉദരപാർശ്വങ്ങളിലും ശരീരപാർശ്വങ്ങളിലും ഉണ്ടാകുന്ന വേദന, നീരുമൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ളത്. അപ്പോൾ 6th ഹൗസ് ലോർഡ് ഇവിടെ നിന്നാൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഇതൊക്കെയാണ്. ഇനി 6ാം ഭാവമായിട്ടോ ലഗ്നമായിട്ടോ ചന്ദ്രൻ അവിടെ നിൽക്കും, നിങ്ങളുടെ നക്ഷത്രമായിട്ടോ കാർത്തിക വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും പോകേണ്ട ക്ഷേത്രം ഏതാണെന്ന് നോക്കാം. ഇന്ത്യ മൊത്തം എടുത്ത് നോക്കുമ്പോൾ ജമ്മു കാശ്മീരിലുള്ള വൈഷ്ണവി ദേവി ക്ഷേത്രം ഒരു വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ നാഗനാഥ ക്ഷേത്രം, നാഗപട്ടണത്തിനടുത്തുള്ള നാഗനാഥ ക്ഷേത്രം തമിഴ്നാട്ടിൽ. ഉത്തരാഖണ്ഡിൽ ഒരു നാഗനാഥ ക്ഷേത്രമുണ്ട് കേട്ടോ, അതല്ല. ഉത്തരാഖണ്ഡിലെ നാഗനാഥ ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുള്ളതാണ്, അതല്ല. അത് കാർത്തിക് സ്വാമിയിലേക്ക് പോകുന്ന വഴിക്കൊരു നാഗനാഥ ക്ഷേത്രമുണ്ട്, അതല്ല. ഇത് നാഗപട്ടണത്തുള്ള ഒരു നാഗനാഥ ക്ഷേത്രമുണ്ട്, അത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ സൂര്യാരാധന നടക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൂടല്ലൂരിനുള്ള, തമിഴ്നാട്ടിലെ കൂടല്ലൂരിലുള്ള പതാഞ്ജലേശ്വര ശിവക്ഷേത്രം പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. പിന്നെ 63 നയനാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കത്രസുന്ദരേശ്വര സ്വാമി ക്ഷേത്രം, കാഞ്ചനഗരം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള കത്രസുന്ദരേശ്വര സ്വാമി ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കാർത്തിക നക്ഷത്രക്കാർക്ക്. അപ്പം പിന്നെ ചില പുസ്തകങ്ങളിൽ കൊണാർക്ക് സൂര്യ ടെമ്പിളിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലർ പശുപതിനാഥ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ടിബറ്റൻ ബുക്കിനകത്ത് പശുപതിനാഥ ക്ഷേത്രം കാർത്തിക നക്ഷത്രക്കാരുടെ ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവേ വൈഷ്ണവി ദേവി ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കത്രസുന്ദരേശ്വര സ്വാമി ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയിരിക്കണം. അതുപോലെ തന്നെ നാഗപട്ടണത്തുള്ള നാഗനാഥ ക്ഷേത്രവും കൂടലുള്ള പതാഞ്ജലേശ്വര ക്ഷേത്രവുമൊക്കെ രവിയുമായും അതുപോലെ തന്നെ ഈ പറയുന്ന കാർത്തികയുമായും ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. പിന്നെ ചില ഗ്രന്ഥങ്ങളിൽ ചില അഭിപ്രായങ്ങൾ പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയോ കൃത്തിക നക്ഷത്രമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ നക്ഷത്രമായിട്ട് കാർത്തിക പറയുന്നുണ്ട്, വിശാഖം പറയുന്നുണ്ട്. അപ്പം കൃത്തികമാരാൽ സംരക്ഷിക്കപ്പെട്ട മൂർത്തിയായതുകൊണ്ടാണ് ഭഗവാൻ കാർത്തികേയൻ എന്നൊരു പേര് വന്നത്. അപ്പം സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്വഭാവം ഇവർക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഈ ശൂലം പിടിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു സ്വഭാവം, ഒരു അഗ്രഷൻ, ഒരു ഷോർട്ട് ടെമ്പർ നേച്ചറും ഒക്കെ ഇവർക്ക് പലപ്പോഴും ഈ കാർത്തികക്കാർക്ക് കണ്ടിട്ടുണ്ട്. കാർത്തിക കീർത്തി കേൾക്കും എന്ന് പറയും. ഇവരൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നടത്തിയെടുക്കാനുള്ളൊരു ടെൻഡൻസി ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കീർത്തി കേൾക്കും, ഒരുപാട് പേര് അറിവുണ്ടാവും എന്ന് പറയും. പക്ഷെ ഭൗതികപരമായ ഒരു വിജയത്തിനപ്പുറം ഒരു ആത്മീയമായൊരു വളർച്ച, അതുപോലെ തന്നെ ഒരു റിയലൈസേഷനൊക്കെ വളരെ വൈകി വരുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും ഭൗതികപരമായിട്ടുള്ളൊരു വളർച്ചയ്ക്കായിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ഇവർ പെട്ടെന്ന് അങ്ങ് തളരും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ രവി 6-8-12 പോവുക, ലഗ്നാധിപൻ 6-8-12 പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖങ്ങൾക്കുള്ള ടെൻഡൻസി കൂടും. അപ്പം മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർക്കുണ്ടാകുന്ന മറ്റൊരു ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് NPD, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടായിട്ട് ഈഗോസെൻട്രിക് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇവരുണ്ടാക്കും. അത് നിമിത്തമൊക്കെ ഇവരുടെ റിലേഷൻഷിപ്പൊക്കെ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 6ാം ഭാവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. 7-ൻ്റെ 12 ആയതുകൊണ്ട് തന്നെ 6th ഹൗസിന് 7-നെ നശിപ്പിക്കാനുള്ളൊരു യോഗമുണ്ട്. 7-ൻ്റെ നഷ്ടസ്ഥാനമാണ് 6. അപ്പോൾ 6ാം ഭാവത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ 6ാം ഭാവത്തിന് കാർത്തികയായിട്ട് ബന്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഈ കത്രസുന്ദരേശ്വര സ്വാമി ക്ഷേത്രത്തിലുമൊക്കെ പോവുകയും ധാരാളം ശിവപ്രീതി വരുത്തുന്ന കാര്യങ്ങളും സൂര്യപ്രീതി വരുത്തുന്ന കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അത് ചെയ്ത് എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക.
നക്ഷത്രങ്ങളുടെ രസമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നക്ഷത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ കണ്ടു നോക്കുക. പഴയതാണ്, എന്നാലും കണ്ടു നോക്കുക. അത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കണ്ടു നോക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.